ബില്ലടിക്കുന്നിടത്ത് പുറത്തുനിന്നൊരു 2 ബോഡി ഗാർഡുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഗുണ്ടകളാ ഇല്ല അടിക്കാൻ നിൽക്കുന്നവർക്ക്. അല്ല അവര് പുള്ളി വന്നിട്ട് എനിക്ക് വീഡിയോ കട്ട് ചെയ്യാൻ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞൊന്നും അല്ല, പുള്ളി ആ സാധനം മേടിച്ചു നോക്കി എല്ലാരും മുമ്പിൽ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ പ്രണവിൻ്റെ അല്ലെങ്കിൽ കൊച്ചുവിൻ്റെ ഒരു വീഡിയോ 3 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. ലുലുവിൽ ചെന്ന സമയത്ത് ലുലു മോളിൽ ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ദുരനുഭവമാണ് ഈ കൊച്ചു ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഒരു വിഷയത്തിലുണ്ട്. ചില രണ്ട് വിഷയമാണ് അവിടെ. ഒന്നൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒന്ന് നമ്മൾ ചില കാര്യങ്ങളോട് യോജിക്കുന്നുണ്ട്. ഇത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വിഷയം എന്താണെന്ന് അറിഞ്ഞവർക്ക് ദയവിത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം, അല്ലാത്തവർ തുടർന്ന് കാണുക. കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക. ഈ ഒരു ഫാമിലിയുടെ വ്ളോഗ് ഞാൻ നിരന്തരമായ പ്രേക്ഷകനായിരുന്നു. ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ മുതൽ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വെച്ചിരുന്നതാണ് ഇവരുടെ വീഡിയോസ്. പിന്നീട് അവർ തമ്മിൽ അവിടെ വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ അതൊക്കെ എടുത്ത് വീഡിയോ ചെയ്തിരുന്നു. പിന്നീട് വേറൊരാൾ ഞാൻ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്തിരുന്നത് എല്ലാ കാര്യങ്ങളിലും. എന്നാൽ അടിസ്ഥാനപരമായിട്ട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടരുത് എന്നുള്ള രീതിയിൽ മാത്രമേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നുള്ളൂ. എന്തായാലും അതല്ല ഇപ്പോൾ വിഷയം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊച്ചു ചെറിയൊരു വിഷയമാണ്, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കൊണ്ട് പ്ലസ് ഇതിൽ ലുലുവിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്, ലുലുവിന് അല്ലെങ്കിൽ ലുലുവിൻ്റെ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് കൊച്ചു ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചില അഭിപ്രായങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ചില കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. അതായത് ഈ ഷോപ്പിംഗ് മോൾ അല്ലെങ്കിൽ ലുലു ആണെങ്കിൽ ഏത് ഷോപ്പിംഗ് മോൾ ആണെങ്കിലും ഏതൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ഥാപനത്തിന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ടായിരിക്കും, അല്ലേ, പോളിസീസ് ഉണ്ടായിരിക്കും. ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ പോളിസീസ് നടപ്പിലാക്കുകയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് അമർഷം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നേരെ മറിച്ച് ആ ഒരു പോളിസി എന്ത് ഉദ്ദേശത്തിലാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഉദ്ദേശത്തിൻ്റെ മുകളിൽ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ ഈഗോ വർക്ക് ചെയ്യുക, അതായത് ഈഗോയോടെ കിടന്ന് കളിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് എതിർക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിലുള്ളത്. ഇവരവിടെ ചെന്ന് വീഡിയോ എടുത്ത സമയത്ത് സ്വാഭാവികമായിട്ടും വ്ളോഗേഴ്സ് ചെല്ലുന്ന സമയത്ത് വീഡിയോസ് എടുക്കും. അവരുടെ ലൈഫ് അതാണ്, അവരുടെ വരുമാന മാർഗ്ഗം തന്നെയാണ്. ചില ആൾക്കാരത് ഇൻഫോർമേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ അവരുടെ മെമ്മറിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ വെറും പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെയൊക്കെ പുറകിലും മോണിറ്റൈസേഷൻ ആണല്ലോ. അപ്പോൾ ഇവർ ഫ്രൂട്ട്സിൻ്റെ അവിടെ ചെന്ന വീഡിയോ എടുത്ത സമയത്ത് ഇവരുടെ അമ്മാമനെയും കൊണ്ടുപോയിട്ട് ഈ ഒരു ഇത് കാണിക്കാൻ വേണ്ടി ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ വന്നിട്ട് ഇവരെ തടയാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ തടയുന്നു. മാത്രമല്ല അവിടെ വെച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൊച്ചിൻ്റെ പ്രായവും കാര്യങ്ങളും സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് മൂപ്പര് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാവുന്നുണ്ട്. ചൂടായതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സെക്യൂരിറ്റിക്ക് ഒരു ഈഗോ വർക്കൗട്ട് ആവുകയാണ്. അവിടെയാണ് ഈ ഒരു വിഷയം വന്നിട്ടുള്ളത്. പക്ഷേ അവർ അൾട്ടിമേറ്റ്ലി വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു. വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതിൽ ഇവർ കാര്യമായിട്ട് എതിർപ്പൊന്നുമില്ല. ഇവൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നല്ലാതെ വലിയൊരു എതിർപ്പൊന്നും ഇവർ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ വിഷയം വന്നിട്ടുള്ളത് നിങ്ങൾക്കും എനിക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. എനിക്ക് സീരിയസ്ലി ഈ ഒരു വിഷയത്തിൽ പറയാനുണ്ട്. കാരണം എനിക്ക് ഇതേ അനുഭവം ലുലുന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നല്ല, പുറത്തുനിന്നായിരുന്നു, UAE നിന്നായിരുന്നു. ലുലുന്ന് മാത്രമാണ്, നെക്സ്റ്റൊന്നും അങ്ങനെ സ്ഥലത്തുകളൊന്നും. ലുലുന്ന് എനിക്ക് 2-3 ലുലുന്ന് എനിക്ക് ഭയങ്കര സീരിയസ്ലി ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് സീരിയസ് ആയിട്ട് മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് നിങ്ങൾക്കാണ് വന്നത് ഈ ഒരു വിഷയം വന്നതെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോലും ഭ്രാന്ത് പിടിക്കും. അതായത് നമ്മൾ കാശ് കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങി പുറത്ത് വന്നതിന് ശേഷം സെക്യൂരിറ്റി ജീവനക്കാരൻ വന്നിട്ട് നമ്മുടെ ബാഗ് പരിശോധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് സഹിക്കും? നിങ്ങൾ ആരെങ്കിലും, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിൻ്റെ മനുഷ്യന് അതിന് ക്ഷതമേറ്റ് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഭ്രാന്ത് പിടിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ അപ്പോൾ ഡെഫിനറ്റ്ലി ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിനാണ് ആൾക്കാർ സപ്പോർട്ടുള്ളത്. പക്ഷേ രണ്ടിനുണ്ട്, ഈ വീഡിയോൻ്റെ കേസിലും 2 കാര്യത്തിലും സപ്പോർട്ടുണ്ട്. നമുക്ക് എന്തായാലും കൊച്ചു എന്താണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞെന്നുള്ളത് നോക്കാം. അതിനുശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. മാമയ്ക്കും നല്ല സന്തോഷമായിരിക്കും. അവർ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അതല്ല അതിനകത്ത് പെട്ടെന്ന് കയറുമ്പോഴത്തേക്കും എനിക്ക് ഇത്ര സാധനം എടുക്കുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു സംഭവമൊക്കെ പക്ഷെ നല്ലതായിരുന്നു. അതിനകത്ത് എടുത്ത വീഡിയോ ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. സൂപ്പർവൈസറാണ് അവിടുത്തെ വേറൊരു സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, സെക്യൂരിറ്റി സ്റ്റാഫിനെ. ഞാൻ അമ്മമ്മയുടെ സംസാരിച്ചോണ്ടിരിക്കുക. പുള്ളി എന്നിട്ട് പറഞ്ഞു വീഡിയോ ഷൂട്ട് ചെയ്യരുത്, അത് ഇങ്ങനെ പ്രശ്നമാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ട് ഞാൻ അതിൽ എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഡിഫെൻഡ് ചെയ്ത് ഞാൻ കുറച്ചേരം സംസാരിച്ചു അത് എന്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു സംഭവം. കാരണം കുറച്ച് ദിവസം മുന്നേ അപർണേൻ്റെയും ജീവൻ്റെയും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞോ എന്നുള്ള അറിയില്ല. അപർണയുടെയും ജീവൻ്റെയും വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അവർ രണ്ടുപേരും ഇതേ സിറ്റുവേഷൻ ലുലുവിൽ വെച്ചിട്ടുണ്ടായി. അവിടുന്ന് വീഡിയോ
ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതൊരു ഫേർണിച്ചർ ഷോപ്പ് അല്ലെങ്കിൽ സ്പെഷ്യലി ഹോം സെൻറ്റർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഐക്കിയ ഇതുപോലത്തെ സംഗതികളൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ബാൻഡാണ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ വ്ളോഗുകൾ ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് അല്ലേ, ഒരുപാട് വ്ളോഗ്സ് കിടക്കുന്നുണ്ട്. പക്ഷെ ആരെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്നുള്ള കാര്യം കൊണ്ട് നമുക്കും കൂടെ ചെയ്യാനുള്ള അധികാരം എവിടെയും കിട്ടുന്നില്ല. റീസെൻ്റായിട്ട് ഗുരുവായൂരമ്പലത്തിൽ നിന്ന് ഞാനൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്നോട് സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഇവിടെ ഫോട്ടോഗ്രാഫി പാടില്ല എന്നാണ്. ഞാൻ പറഞ്ഞു വീഡിയോഗ്രാഫി അല്ല പ്രശ്നമുള്ളൂ, ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എന്താ, സോറി അത് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു ആ ഭാഗത്ത് നിങ്ങൾ നോക്കൂ, ഇത്ര അധികം ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്നില്ല, അതായത് നേരെ നടക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല, അവിടെ പോയി പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഡ്യൂട്ടി ഇവിടുത്തെ നോക്കലാണ്, ഞാൻ ഇവിടെ ഇതാ ചെയ്യുന്നത്, ഇവിടെ പാടില്ല. ഇതാണ് അയാളുടെ മറുപടി ഉണ്ടായിരുന്നത്. അൾട്ടിമേറ്റ്ലി സംസാരിച്ചിട്ട് സെറ്റിൽ ചെയ്ത് ഞങ്ങളവിടെ ഫോട്ടോ എടുക്കണം, കാരണം മോളുടെ അരങ്ങേറ്റം റിലേറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ ഒരാൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്കത് സ്വാഭാവികമായിട്ട് നമുക്കങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു വീഡിയോൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സിലുള്ള എല്ലാ ആൾക്കാരും പറയുന്നത് വെച്ചാൽ എത്രയോ ആൾക്കാർ അവിടെ ചെന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലേ, എന്താ കൊച്ചുവിന് മാത്രം പ്രശ്നം, കൊച്ചുവിനോട് മാത്രം അവിടെ ഒരു വിഷയം തോന്നേണ്ട കാര്യമില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇവൻ കുറച്ച് ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ച് ദേഷ്യപ്പെട്ട് ഒരു പക്ഷേ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. ആ സംസാരത്തിൻ്റെ ഈഗോ കയറിയിട്ടായിരിക്കണം ഒരു പക്ഷേ അവർ അതിനെക്കുറിച്ച് ഫേർദറായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. സാധാരണ നമ്മൾ കടയിൽ പോകാറുണ്ട്, പച്ചക്കറി മേടിക്കാറുണ്ട്, നമ്മൾ അതൊക്കെ വ്ലോഗ് ചെയ്യാറുണ്ട്, ഷൂട്ട് ചെയ്യാറുണ്ട്. ഇവിടെ മറ്റേ പെട്രോൾ പമ്പ് വീഡിയോ എടുക്കരുത്, ഷൂട്ട് ചെയ്യരുതെന്നൊക്കെ പറയാം, അത് സമ്മതിക്കാം. അവിടെ മറ്റേ ഫ്ലെയിമബിൾ ആണെന്നുള്ള സംഭവം. ഇപ്പം പഴത്തിന്റെയും പച്ചക്കറിയുടെയും വീഡിയോ എടുക്കുമ്പോഴത്തേന് ഇത് പൊട്ടു, ഇത് റേഡിയേഷൻ അടിച്ച് പൊട്ടു, അങ്ങനെ എന്ത് സെക്യൂരിറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ സംസാരിച്ച് എന്തുകൊണ്ട് അത് അവർ പറയുന്നില്ല, വൈ എന്തുകൊണ്ട് അത് നിങ്ങൾ ഇതാണ് സംഭവം. അപ്പോൾ അവിടെ അങ്ങനെ ഇങ്ങനെ കാരണങ്ങളൊക്കെ നിരത്തിയവൻ സംസാരിച്ചിട്ടുണ്ടാവും. സ്വാഭാവിക സമയത്ത് സെക്യൂരിറ്റി ജീവനക്കാരന് അവർ കിട്ടിയിട്ടുള്ള ഇത് കാരണം അവന് കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കാരണം എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു പബ്ലിക് പ്ലേസ്, ഇതിന് വലിയ വേറൊരു വിഷയം എന്താണെന്നറിയോ, നമ്മൾ ഷോപ്പിംഗ് മാളുകൾ ഒരുപാട് പേര് കൂടുന്ന സ്ഥലമാണ്, നമ്മൾ ചെറിയ ഷോപ്പുകൾ പോലെയല്ല. അപ്പം ഞാനൊരു വ്ളോഗറാണ്, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവൻ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്, ഞാൻ ഒരുപക്ഷെ ചിലപ്പോൾ പല സാഹചര്യങ്ങളിലും പുറം ലോകത്തിന് എനിക്ക് അറിയിക്കാൻ താല്പര്യമില്ലാത്ത സിറ്റുവേഷനിൽ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരാളോ ആയിരിക്കാൻ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇത് പൊതുവേ ആർക്കും ഇറിറ്റേറ്റഡ്, ഞാനും വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വി ഹാവ് ടു ബി വെരി കെയർഫുൾ ദാറ്റ് നമ്മൾ വേറൊരാളുടെ പ്രൈവസി ബ്രീച്ച് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ഈ പ്രൈവസി ബ്രീച്ചിൻ്റെ പ്രശ്നം കൂടി കൊണ്ടാണ് ഞാൻ ലുലുവിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ സംസാരിച്ച സമയത്ത് അങ്ങനെ പറഞ്ഞത്, ഈ പ്രൈവസി ബ്രീച്ചിൻ്റെ ഒരു വിഷയം കൂടി കൊണ്ടാണ് ഇങ്ങനത്തെ ആൾക്കാർ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ്. നമ്മൾ ആ ഒരു സമയത്ത് ലുലുവിൽ ഉണ്ടായി എന്നുള്ളതോ അല്ലെങ്കിൽ പുറത്തുണ്ടായി എന്നുള്ളതോ അറിയിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അൾട്ടിമേറ്റ്ലി അതൊരു പബ്ലിക് പ്ലേസ് ആണെന്നുണ്ടെങ്കിലും ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒന്ന്, രണ്ടാമത് മറ്റുള്ള ആൾക്കാർക്കും അവരവരുടെ പ്രൈവസി ഉണ്ട്, അത് റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ റൂൾ ഉണ്ട്, നിങ്ങൾ അവിടെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പാടില്ല. ഇഫ് ദേ ആസ്ക് യു ടു ഡിലീറ്റ് ഇറ്റ്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ വിഷയം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഇതേമാതിരി പല ആൾക്കാരും വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവർക്കും അതേ സെക്യൂരിറ്റി പേർപ്പസിനാണെന്നുണ്ടെങ്കിലും നമ്മളെ അവർ കംപ്ലീറ്റ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് CCTV ക്യാമറയിലൂടെ. പക്ഷെ അതൊന്നും ഇതുപോലത്തെ കാരണം അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു, ഇതുപോലെ ആരും അങ്ങനെ പബ്ലിക് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. പെർമിഷൻ മേടിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് വരുവാണ്, 4 പച്ചക്കറീൻ്റെയും ഒരു തക്കാളീൻ്റെയും വീഡിയോ എടുക്കാണ്ട് ഞാൻ അവർക്ക് വിളിച്ച് മുമ്പേ ചോദിക്കാം. കാരണം അത് അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. എനിക്ക് അവിടെ എന്തുവാ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ സാധാരണ കടയാണ്, നമ്മൾ കടയിൽ പോകാറുണ്ട്, പച്ചക്കറി മേടിക്കാറുണ്ട്, പഴം മേടിക്കാറുണ്ട്, സാധനം മേടിക്കാറുണ്ട്. ഇതാണ് അത് അവരുടെ നിയമം. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഒന്നുകിൽ നമ്മളത് അനുസരിക്കുക, അല്ലാണ്ടെങ്കിൽ നമ്മൾ അവിടെ വീണ്ടും വീഡിയോ എടുക്കാൻ പോവാതിരിക്കുക, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല അതിൽ. ഇത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ വേറെ ആരെ ഷൂട്ട് ചെയ്യുന്നില്ല, അച്ഛൻ, അമ്മ അല്ലെങ്കിൽ കൂടെ ഉള്ളവര്, എൻ്റെ കൂടെ ഉള്ളവരെ ഞാൻ എടുക്കാറുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് മാത്രം അവിടെ ഇരിക്കുന്ന പച്ചക്കറി സാധനങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. ഞാൻ വീഡിയോ എടുത്തത് എന്തോ ഭയങ്കര തെറ്റാണെങ്കിൽ അങ്ങ് നിൽക്കുവോ, അവിടെ അങ്ങ് നിൽക്കുവോ, പോണില്ല ഇവര്. അങ്ങനെ ഞാൻ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഫോട്ടോയ്ക്ക് ഞാൻ അങ്ങ് വിടത്തില്ല എന്ന് പറഞ്ഞു. അവർക്കത് പോരാ, റീസെന്റ് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്യണം, ഫുൾ ക്ലിയർ ചെയ്യണം. അത് ഞാൻ പറഞ്ഞ് എന്റെ പേഴ്സണൽ തിങ്ങാണ്, എന്റെ റീസെന്റിൽ പലതും കാണും, ഞാൻ ഇതെന്തിനും നിങ്ങളുടെ മുമ്പ് വെച്ച് ഡിലീറ്റ് ചെയ്യണം? എന്നിട്ട് ഇവർ ഇത് പറഞ്ഞിങ്ങനെ റീസെന്റ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തതിന് പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കേണ്ടതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഈഗോ ഇനി വർക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത്
ഇവർക്ക് എന്തൊരു ടെൻഷൻ കണക്കാ. എനിക്ക് അറിഞ്ഞൂടാ അതിനകത്ത് ഇനി വേറെ വല്ല എനിക്ക് അറിഞ്ഞൂടേ. അവിടെ പഴവും പച്ചക്കറി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ട്. ഇവര് എന്തിന് ഇത്ര വിഷമിക്കുന്ന കിടന്ന് ഇത്ര ഇവര് ടെൻഷൻ ആവുക. അറിയാവോ ഞാൻ ഇതുവരെ ഓക്കെ ഇരുന്നിട്ടുള്ളൂ. ഇതുവരെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലിക്കബിളാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നതും അവരുടെ ഈഗോയുടെ വർക്കൗട്ട് ആവുന്നത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും സംസാരിക്കണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ്. ഇവൻ ആദ്യം പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ ആ ഡിലീറ്റിംഗ് പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ഡിലീറ്റ് ചെയ്യാൻ പറയണം. എനിക്ക് ഈ ശോഭാ സിറ്റി പോയ സമയത്ത് ഞാൻ ഫോട്ടോ എടുക്കുക കേട്ടോ. ആ ഫുഡ് കോർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് ഞാനിപ്പോൾ ഫോട്ടോസ് എടുക്കുന്നത് ഫോണിൽ എടുക്കാറില്ല. ഐഫോൺ ആണെങ്കിലും ഐഫോണിൽ എടുക്കാറില്ല. ക്യാമറയിൽ ഒരു പ്രാവശ്യം ഫോട്ടോ എടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതേ കഴിയുള്ളൂ. നമുക്ക് ഈ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ നമുക്ക് അത് അങ്ങനെ എടുത്താലേ അതിൻ്റെ ക്ലാരിറ്റി കിട്ടുള്ളൂ. ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവർ വന്ന് എന്നെ വിലക്കി ഇവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. ഇല്ല ക്യാമറയിൽ പാടില്ല, ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല. അപ്പോൾ അതെന്താ വ്യത്യാസം? S24 Ultra ആണെന്നൊക്കെ 26 Ultra ആണെന്നുണ്ടെങ്കിൽ ഏത് വരെയൊക്കെ സൂം ചെയ്യാം. ഇന്നിപ്പോൾ ക്യാമറയേക്കാളും കൂടുതൽ കേപ്പബിലിറ്റി ഉണ്ട്. സോറി സാർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ്? ഞാൻ നല്ല രീതി എന്ത് കാരണം കൊണ്ടാണ്? അപ്പോൾ ആ ഒരു സ്ത്രീ വളരെ നല്ലതായിട്ട് സാർ എനിക്ക് മനസ്സിലാവും, നമുക്ക് അറിയാണ്ടല്ല, ഞങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ അതാണ്, നമുക്ക് ക്യാമറ വെച്ചിട്ട് ആരും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നൊരു ഇൻസ്ട്രക്ഷൻ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ലേ. പിന്നെ ഞാൻ എന്തിനാ അവിടെ വാദിച്ചു? പിന്നെ ഞാൻ കൂടുതൽ വാദിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ അടുത്ത ആൾ വരാം, ഈ ഒരു സംഗതി വരാം. പക്ഷേ ഈഗോ വർക്കൗട്ട് ആയിട്ട് കസ്റ്റമറെ ബുദ്ധിമുട്ടിക്കാതെ നോക്കേണ്ടത് അവിടുത്തെ ആ ഒരു മാനേജ്മെന്റും സെക്യൂരിറ്റി അവരാണ്. ഡിലീറ്റ് ചെയ്തില്ല ഇവര് നിൽക്കുക. ഇവർക്ക് എന്തോ ടെൻഷനും പ്രഷറുള്ളതാണ്. മോളിൽ നിന്ന് വല്ലതും ആരെങ്കിലും പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ ഒരു ഫൂട്ടേജ് പോലും പുറത്ത് വരുന്നൊക്കെ. അങ്ങനെ ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ട് വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത്. അപ്പൊ ഇവർക്ക് ഞാൻ മാറി നിന്നപ്പോ ഡൗട്ട് ഇവന്മാര് മുമ്പ് വെച്ചിട്ട് ഞാൻ അതിന്റെ റീസെന്റ് ഡിലീറ്റ് ചെയ്തത്. അതുമല്ല കൊച്ചു ഇങ്ങനെ ചെയ്തപ്പോ ഒരാളിങ്ങനെ ഫോണിലോട്ട് നോക്കി. അപ്പൊ അവ അങ്ങ് ബാക്കിലോ ഇല്ലേ ബാക്കിലോട്ട് എന്റെ ഫോണിൽ നോക്കണം. ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ട് ആ റീസെന്റ് ഞാൻ അവരെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് നിങ്ങളത്. ഞാൻ പറഞ്ഞു ഞാൻ റീസെന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഒരു ഫൂട്ടേജ് എന്റെ ഇല്ല, എന്റെ ഫോണിൽ ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ മാറി നിന്ന് ഡിലീറ്റ് ചെയ്തപ്പോ ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് ഇവർക്ക് തോന്നുവാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഇറങ്ങി, സാധനം എടുത്തിട്ട് ഞാൻ ഇറങ്ങി ബില്ല് ചെയ്യാൻ പോയി. സെക്യൂരിറ്റിയുടെ സൂപ്പർവൈസർ അച്ഛൊരു കാര്യമല്ല, ഞാൻ ഒരു വീഡിയോ എടുത്ത് അത് ഞാൻ ഷൂട്ട് ചെയ്തു, ഞാൻ അത് ഡിലീറ്റും ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പിന്നെ സൂപ്പർവൈസർ പറഞ്ഞ എന്തിനാ അതിനകത്ത് എന്തോ ഉള്ളേ? പഴവും പച്ചക്കറി പാലും അല്ലേ ഇതല്ലാതെ. മറ്റേ സെക്യൂരിറ്റി അവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരുത്തുണ്ട്, അവൻ മുടയാണ് എന്ന് പറയുന്ന സമയത്താണ് അവന്റെ മേലെയുള്ള ഒരാൾ വരേണ്ട ഒരു സിറ്റുവേഷൻ. പയറ് നമ്മളില്ലാത്ത ചെറിയ ചുണ്ണിക്കായ എടുത്തോണ്ട് വന്ന് അതിന്റെയൊക്കെ വീഡിയോ എടുത്തത് സത്യം കിട്ടും. പിന്നെ കൊറേ നമ്മളൊന്നും കാണാത്ത കൊറേ ഇലകള് ഇതൊക്കെ അവരൊക്കെ പറഞ്ഞു കൊടുത്തുള്ള വീഡിയോയാ. ഞാൻ ബില്ലടിക്കുന്നിടത്ത് പുറത്തുനിന്നൊരു 2 ബോഡി ഗാർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഗുണ്ടകളാ ഇല്ല അടിക്കാൻ നിൽക്കുന്ന കണക്ക്. എന്നിട്ട് ഞാൻ പൈസ കൊടുക്കുക വെച്ചാ പൈസ പേയ്മെന്റ് ഡബിൾ പേയ്മെന്റ് ആയി എന്ന് വെച്ചാ ഒരു വട്ടം പേയ്മെന്റ് പോയി. അതും അവരുടെ പ്രശ്നമാണ്, ഫുള്ള് സീനായിരുന്നു. അത് ഞാൻ ഒരു വട്ടം പേയ്മെന്റ് അടിച്ച് എന്റെ കയ്യിൽ നിന്ന് പോയി, അവർക്ക് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ വീണ്ടും പേയ്മെന്റ് ചെയ്ത് അവർക്ക് പോയി. 2 പേയ്മെന്റ് ഞാൻ ചെയ്ത് എന്നിട്ട് റെസിപ്റ്റ് വരുന്നില്ല. പിന്നെ ലാസ്റ്റ് ബില്ല് കിട്ടി. അങ്ങനെ ബില്ലും എടുത്തിട്ട് ആ 2 പേയ്മെന്റ് ചെയ്ത് അപ്പൊ അതിന് ഫോം എഴുതി കൊടുക്കണം. അപ്പൊ അതിന്റെ ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ നിൽക്കുക, അത് പുള്ളി സംസാരിച്ചിട്ട് അപ്പോഴത്തേന് ഈ സൂപ്പർവൈസർ പുള്ളി ഉണ്ടല്ലേ പുറത്ത് നിന്നാ പുള്ളി ഇങ്ങോട്ട് കയറി വന്നിട്ട് അമ്മയുടെ കൈ ഇരിക്കുന്ന, അതായത് ഞാൻ ബില്ലടച്ച് വെച്ചേക്കണ സാധനം പുള്ളി മേടിച്ച് നോക്കി. പുള്ളി മേടിച്ച് ചെക്ക് ചെയ്യുക, മറ്റേ നടക്കുന്ന സ്കാനർ ഉണ്ടല്ലേ പുള്ളി അതിനകത്തോട്ട് ചെക്ക് ചെയ്യുക. ഈ സാധനം മേടിച്ചിട്ട് ചെക്ക് ചെയ്യുക. അതായത് അവിടുത്തെ ആൾക്കാരെല്ലാം നോക്കണം, അവിടെ ബില്ലടിക്കുന്ന ആൾക്കാർ സ്റ്റാഫുകളൊക്കെ നോക്കണം. പുള്ളി വന്നിട്ട് അമ്മയുടെ ബാഗ് മേടിച്ചിട്ട് അത് സാധനത്തോട്ട് ചെക്ക് ചെയ്യുക. പുള്ളി അവര് ബില്ലടിച്ച സാധനം ഇതാണ് ഏറ്റവും കൂടുതൽ ആസ് എ കസ്റ്റമർ ഒരാൾക്ക് അവരുടെ സെൽഫ് റെസ്പെക്റ്റിന് ക്ഷതമേൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം വാങ്ങിച്ച് പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം കൊണ്ടുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഇവർ തോന്നുന്നു നമ്മൾ വല്ല കട്ടുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണോ? എനിക്ക് ഏറ്റവും കൂടുതൽ അത് സ്പെഷ്യലി ലുലു ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു കൊമ്പൊന്നുമില്ല അവിടെ ലുലു. ഇപ്പം ഞാൻ ആദ്യത്തെ കാര്യത്തിൽ ഇവനെ പറഞ്ഞെങ്കിലും രണ്ടാമത്തെ വിഷയത്തിൽ ലുലുവിൽ പണിയെടുക്കുന്ന സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ഒരു തേങ്ങയല്ല. അവർക്ക് ഒരു അധികാരവും ഇല്ല. അതിനാണ് അവിടെ കീപ്പ് എന്ന് പറയുന്ന സാധനമൊക്കെ വെച്ചിട്ടുള്ളത്. അവിടെ ബാരിക്കേഡ് എന്തായാലും പറയുക ആരുടെ സംഭവമൊക്കെ വെച്ചിട്ടുള്ളത്, സ്കാനറോ റീഡർ അല്ലേ. അതിനുള്ളിൽ കൂടി അവർ ടാഗ്, അതിനാണ് അവരുള്ള ടാഗുള്ളത്, ആ മാഗ്നറ്റിക് ടാഗുള്ള ആ ഒരു RFID ടാഗുള്ളത്. ഇത് സൗണ്ട് ഉണ്ടാക്കാത്ത പക്ഷം അത് അവർക്ക് തുറന്നു നോക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല. ഞാൻ എത്രയോ പ്രാവശ്യം ഏറ്റവും കൂടുതൽ UAE ലുലു വേറെ എവിടെയില്ല, നെക്സ്റ്റ് ഒന്നും ഈ വിഷയമില്ല കേട്ടോ,
ലുലുവിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ലുലുവിൽ പോകാറില്ല, ഈ ഇങ്ങനെ കാരണങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യമില്ല അവിടെ. പക്ഷേ ഈ ഒരു സംഭവം പിന്നെ പുറത്തെത്തുക, എന്നിട്ട് അവരെ വക ഒരു തുറന്നു നോക്കൽ, നമ്മളെന്താ വല്ല കള്ളന്മാരെ പോലെ നമ്മൾ സാധനം അടിച്ചുകൊണ്ട് പോയി എന്ന പറ്റങ്ങളെ വിചാരം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇവനെ 100% സപ്പോർട്ട് ചെയ്യുന്നു. സീരിയസ്ലി ആത്മാഭിമാനമുള്ള ഒരാൾക്കും സഹിക്കാൻ പറ്റുന്ന സംഭവമല്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. മനുഷ്യന് നാണം കെട്ടു പോകില്ലേ ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തെങ്കിൽ എല്ലാവരും നോക്കും, എന്തിനാ ചെക്ക് ചെയ്യുന്നത് നോക്കില്ലേ. എന്നിട്ട് പുള്ളി ചെക്ക് ചെയ്യുക. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ചെക്ക് ചെയ്യുന്നത് ചോദിച്ചു. നിങ്ങളുടെ സ്റ്റാഫിന് നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ചോദിച്ചു. അവര് ഇപ്പൊ അങ്ങോട്ട് എടുത്ത് ഞാൻ ബില്ലടിച്ച് ആ പാക്ക് ചെയ്ത് തന്ന സ്റ്റാഫാ, അവരാണ് എന്റെ കയ്യിൽ തന്ന സാധനം. അവര് ചെക്ക് ചെയ്ത് ഞാൻ ബില്ലടിച്ച് വെച്ച സാധനം ഇതെടുത്ത് പുള്ളി പിന്നെ വെടി ചെക്ക് ചെയ്യുക. എന്നിട്ട് പുള്ളി പറയാ ഇത് എന്റെ ഡ്യൂട്ടി ആണ്. അതെങ്ങനെ ഡ്യൂട്ടി ആവുന്നേ? സൂപ്പർവൈസർ വന്ന് എല്ലാവരും സാധനം ഇവൻ ആ ചങ്ങായിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കാണിക്കണമായിരുന്നു. ഇത് മാനേജ്മെൻറ്റ്, ഇത് ഡെഫിനറ്റ്ലി ഇത് ഹയർ മാനേജ്മെൻറ്റിലേക്ക് കംപ്ലൈൻറ്റ് പോയെന്നുള്ളതല്ല, പോകണം. കാരണം ഒരു മോശമല്ലേ ഇത്. ചെക്ക് ചെയ്യാറുണ്ടോ ഇതുപോലെ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ചോദിച്ചു. അപ്പുറത്തൂടെ ഒക്കെ ഒത്തിരി പേര് പോകുന്നുണ്ട്, സാധനം പിടിച്ചിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ എന്താ അവരെ സാധനം പോയി ചെക്ക് ചെയ്യാതെ? പുള്ളിക്ക് എന്റെ അടുത്ത് ഗ്രഡ്ജ് അയച്ചാ, മനസ്സിലായോ? അവിടെ വെച്ചിട്ട് പുള്ളി മാസ് അടിക്കാൻ വന്നതായിരിക്കും, അത് അവിടെ വെച്ചിട്ട് ഒത്തില്ലെന്ന് തോന്നുന്നു. ഈ സാധനം മേടിച്ചിട്ട് ആ സാധനത്തിട്ട് ചെക്ക് ചെയ്യുക. എല്ലാവരും നിൽക്കുമ്പോ പുള്ളി ചെക്ക് ചെയ്യുക. അതായത് ഞാൻ അകത്തുനിന്ന് മോട്ടിച്ചേക്കുക. പുള്ളിയുടെ ഗത ഞാൻ മോട്ടിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് പുള്ളി കുറച്ചേരം നേരം ഷഡ്ഡി വരെ പൊക്കി നോക്കിയതായിരുന്നു സത്യമായിട്ട്. യെസ്, അപ്പോൾ ഇതാണ് ഈ 2 വിഷയമാണ്. ഫസ്റ്റ് കാര്യത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ പാടില്ല പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പാടില്ല, അതിൽ വേറെ വർത്താനമൊന്നുമില്ല, അതിൽ ഒരു വർത്താനമില്ല. എനിക്കും അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് കണ്ടായിട്ടുണ്ടായിരിക്കാം, പ്രത്യേകിച്ച് ബ്ലോഗർമാരാവുന്ന സമയത്ത്. ഇതെങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവരുടെ കേസല്ല പറയുന്നത്. ഇപ്പോൾ അടുത്ത് നമ്മൾ കേട്ടില്ലേ ഒരു നാഷണൽ ലെവൽ സെക്യൂരിറ്റി പ്രശ്നമൊക്കെ, ഒരു ലേഡി അതൊന്നും കണക്ട് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും അത് പാടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെയൊക്കെ അപ്ലോഡ് ചെയ്ത് ഒരു 2 വീക്സ് മുന്നേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള ലുലുവിൻ്റെ വ്ളോഗ് ഉണ്ട് തിരുവനന്തപുരത്തെ. ഇതൊക്കെ എങ്ങനെയാണ് എത്തുന്നത്? ഇത് ആര് ചെയ്യുന്നു? ഇതൊരു വിഷയം. രണ്ടാമത്തെ കാര്യം തുറന്നു നോക്കിയിട്ടുള്ള കാര്യം, ഒരിക്കലും നമുക്ക് ആരൊക്കെ ആണെങ്കിൽ ഇതിലൊന്നും നിൽക്കില്ല. നമുക്ക് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊന്നും ഒരിക്കലും നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയുള്ള വിഷയം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.